നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന സെമിനാറിൽ ഭരണസമിതിയുടെ ഏകപക്ഷീയ നിലപാടുകളിൽ പ്രതിഷേധിച്ച് UDF BJP അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. കരട് പദ്ധതി രേഖ സേവ്യർ ചിറ്റിലപ്പള്ളി MLA പ്രകാശനം ചെയ്യുന്നതിനിടെയാണ് കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ തയ്യാറാക്കിയ രേഖയിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിച്ചതായി ആരോപിച്ച് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജനപ്രതിനിധികളെ അവഗണിക്കുന്ന ഭരണകക്ഷി നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് PN വൈശാഖും BJP നേതാവ് E കൃഷ്ണനുണ്ണിയും വ്യക്തമാക്കി. ഭാരതപ്പുഴയിലെ ഷൊർണൂർ ചെറുതുരുത്തി തടയണയിൽ ബുധനാഴ്ച കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം ഷൊർണൂർ മുതലിയാർ സ്ട്രീറ്റിൽ താമസിക്കുന്ന ലക്ഷ്മണന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തെ ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ കാണാതായിരുന്നുവെന്ന് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. കാർഷിക തൊഴിൽ മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ചേലക്കര MLA UR പ്രദീപ് സെമിനാറിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗ്രാമീണ വികസനത്തിനും കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്ന വിവിധ കർമ്മ പദ്ധതികൾ സെമിനാറിൽ അവതരിപ്പിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും 30 കിലോഗ്രാം കഞ്ചാവുമായി ഒറ്റപ്പാലം സ്വദേശി ഷഫീർ, പനമണ്ണ സ്വദേശി വിനയൻ എന്നിവരെ പോലീസ് പിടികൂടി. ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവ് ട്രോളി ബാഗുകളിലാക്കി കടത്താൻ ശ്രമിക്കവേ ഷൊർണൂർ DYSP സജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ സാഹസികമായി വലയിലാക്കിയത്. സമാനമായ കേസുകളിൽ മുൻപും പ്രതിയായ ഷഫീറിനെയും കൂട്ടാളികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.